അസുരൻ ഭാഗം 7. അവളെ അടിമുടി ഒന്ന് ദഹിപ്പിച്ച് നോക്കി അവൻ ആ വീടിൻ്റെ പടികളിറങ്ങി. തൻ്റെ മുണ്ടിൻ്റെ തലപ്പ് ഉയർത്തി അത് മടക്കി കുത്തി കത്തുന്ന ഗാംഭീര്യത്തോടെ അവൻ തൻ്റെ ബുള്ളറ്റിൽ പോകുന്നത് വൈശാലി നോക്കി നിന്നു. അസുരനോ, തെമ്മാടി, ഇനി നാളെ പോയില്ലെങ്കിൽ എൻ്റെ നെഞ്ചത്ത് പൊങ്കാലയിടും. അവൾ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കയറി. ആരാ കുട്ടി വന്നിട്ട് പോയത്? ഞാൻ ഉറങ്ങിപ്പോയി. കഴിക്കുന്ന മരുന്നിനൊക്കെ ഒരു വക ചവർപ്പ്. അപ്പോൾ തന്നെ ഉറക്കവും വരും. ഇനി എൻ്റെ സമയം അടുത്തോ ഈശ്വര, അയാൾ സ്വയം പറഞ്ഞു. അപ്പോഴേക്കും വൈശാലി മുത്തശ്ശനെ ഇരുത്തി നോക്കി. ദേ മുത്തശ്ശ, ഈ വക തമാശകളൊക്കെ നിർത്തിക്കോ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൾ അയാളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് പറഞ്ഞു. അയാൾ അവളുടെ തലമുടിയിൽ തടവിക്കൊണ്ടിരുന്നു. ഇല്ല കുട്ടി, ഇനി മുത്തശ്ശൻ ഇങ്ങനെയൊന്നും പറയില്ല. എൻ്റെ പൊന്നുമോളുടെ മനസ്സിൽ ഞാനായി വേദനിപ്പിക്കില്ല. അവൾ മുത്തശ്ശൻ്റെ തൊലി വലിഞ്ഞ് ആ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. പിറ്റേന്നുള്ള പ്രഭാതം അവളുടെ ജീവിതത്തിനൊരു പുതിയ വഴിത്തിരിവാകുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. പതിവ് പോലെ വൈശാലി ഒരുങ്ങിയിറങ്ങി. ആദ്യ കയ്യിൽ കൊടുത്ത കാർഡിലേക്ക് അവളുടെ മിഴികൾ പാഞ്ഞു. ഇനി എന്തൊക്കെയാവോ നടക്കുക? അവൾ സ്വയം ഒഴിഞ്ഞുകൊണ്ട് ആദ്യ പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. കൃത്യം 10 മണിക്ക് തന്നെ അവൻ പറഞ്ഞിടത്തെത്തി. ദീക്ഷിത് ഗ്രൂപ്പ്. അവൾ മുന്നിലിരിക്കുന്ന ബോർഡിലേക്ക് സാധുകം നോക്കി. അവൾ ഓഫീസിനകത്തേക്ക് കയറി. അയാൾ ഇനി എന്തിനാവോ വരാൻ പറഞ്ഞത്? വൈശാലി ആദ്യം ചുറ്റും നോക്കി. തനിക്കരികിൽ ആരോ വന്ന് നിൽക്കുന്നു എന്ന് തോന്നിയതും അവൾ കണ്ണുകൾ അയാളിലേക്ക് പായിച്ചു. ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന ആദ്യം കണ്ടതോ അവൾ എണീറ്റ് നിന്നു. സർ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? എനിക്ക് വേഗം പോണം. അവളെ ഒന്ന് നോക്കി നിന്ന ശേഷം അവൻ പറഞ്ഞു. നോക്ക് വൈശാലി, എനിക്ക് ഒരുപാട് ജോലി തിരക്കുള്ളതാണ്. അതിനിടയിലും ഞാൻ നിന്നെ കാണാൻ വന്നു. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് സംസാരിക്കാം. അവൻ്റെ കുസൃതി നിറഞ്ഞ സംസാരം അവളിൽ ഒരു പുഞ്ചിരി വിരിയിച്ചെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൾ അവനെ തുറച്ചു നോക്കി. സാർ, ഒന്ന് പറയാവോ എന്തിനാ വിളിച്ചതെന്ന്? മുത്തശ്ശൻ അവിടെ ഒറ്റയ്ക്കാണ്. ഓക്കെ ഫൈൻ, താൻ എൻ്റെ ഒപ്പം വന്നേ. അവൻ അവളോട് പറഞ്ഞു മുന്നേ നടന്നു. അവനെ അനുഗമിച്ച് പുറകെ അവളും. ഒടുവിലൊരു ക്യാബിൻ്റെ മുന്നിൽ ആദ്യം നിന്നു. താൻ അകത്തേക്ക് പോയിക്കോ, അവിടെയാണിനി തൻ്റെ ജോലി. എന്താ? വൈശാലി വിശ്വാസം വരാത്തതുപോലെ അവനോട് ചോദിച്ചു. അതേടി, ഇനി തൻ്റെ ജോലി ഇവിടെയാണ്. ഇത് ഇന്ത്യ മുഴുവൻ ബിസിനസ്സുള്ള ദീക്ഷിത് ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. ഇതൊരു ഫാഷൻ ഡിസൈനിങ് കമ്പനിയാണ്. തനിക്ക് നൃത്തത്തിനോടൊക്കെ നല്ല താല്പര്യമല്ലേ? മറ്റു ഫോറിൻ കൺട്രീസിൽ അവർ തരുന്ന ഓർഡറിനനുസരിച്ച് നമ്മുടെ കലാരൂപങ്ങളുടെ ഡാൻസിങ് കോസ്റ്റ്യൂം ചെയ്ത് എക്സ്പോർട്ട് ചെയ്യും. സർ, അത്യാവശ്യം തയ്ക്കാൻ അറിയാമെങ്കിലും ഞാൻ ഇതുവരെ ഇതുപോലുള്ള വർക്കൊന്നും ചെയ്തിട്ടില്ല, വൈശാലി വിഷമത്തോടെ പറഞ്ഞു. ഇത്രേ ഉള്ളൂ? അതിനൊക്കെ വഴിയുണ്ട്. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. കുറച്ച് കഴിഞ്ഞത് ഒരു പെൺകുട്ടി അവിടേക്ക് വന്നു. എന്താ സാർ? അവൾ ചോദ്യഭാവത്തിൽ നോക്കിയത് അവൻ പറഞ്ഞു. നിഷ, ഇത് വൈശാലി. ഇനി മുതൽ ഇവിടുത്തെ ഡിസൈനൊക്കെ താൻ വൈശാലിയോട് ഡിസ്കസ് ചെയ്ത് വേണം ചെയ്യാൻ. ഇനി മുതൽ നിങ്ങളുടെ ടീമിൽ ഇവളും കാണും. നിഷ വൈശാലിയെ നോക്കി പുഞ്ചിരിച്ചു. വൈശാലി തിരിച്ചു. എങ്കിൽ ശരി വൈശാലി, ഞാൻ പോകുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തുറന്നു പറയണം കേട്ടോ. അവൻ കയ്യിലിരുന്ന സ്പെക്സ് എടുത്ത് വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. വൈശാലിയുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവന് കഴിഞ്ഞു. ആദ്യം തൻ്റെ കാർ എടുക്കാൻ നേരെ ഒരു കോൾ വന്നു. അവൻ നോക്കിയതും മന്ത്രി ഐസക് കുര്യനാണ്. ഹലോ, മോർണിംഗ് സർ. അവൻ ആദ്യം തന്നെ അയാളെ വിഷ് ചെയ്തു. മോർണിംഗ് ആർദ്രവ്. ഡോ, തൻ്റെ അന്വേഷണം ശരിയായ ദിശയിലാണോ? താൻ ഒരാൾ മാത്രം എങ്ങനെ ഈ കേസ് തെളിയിക്കും? സാർ, എനിക്ക് ആരാണ് ഇതിനൊക്കെ പിന്നിലെന്ന് വ്യക്തമായി മനസ്സിലായി. പിന്നെ ഈ കേസ് തെളിയണമെങ്കിൽ ചില വ്യക്തമായ തെളിവുകൾ എനിക്ക് വേണം. ആ തെളിവ് എനിക്ക് ശേഖരിക്കണമെങ്കിൽ അവരുടെ പിന്നിൽ ആരും ഇല്ലെന്ന് തോന്നൽ അവർക്ക് വേണം. സാറിന് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുന്നിൽ ഞാൻ പ്രതികളെ സാറിൻ്റെ മുന്നിൽ നിർത്തിയിരിക്കും. അറിയാടോ, തൻ്റെ മേലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത്. എങ്കിൽ ശരി, തൻ്റെ ജോലി നടക്കട്ടെ. ഐസക് കുര്യൻ ഫോൺ കട്ട് ചെയ്തതും ആദ്യം ഒന്ന് നിഗൂഢമായി പുഞ്ചിരിച്ചു. നോ വേ സാർ, അവരെ ഞാൻ നിയമത്തിന് വിട്ടുകൊടുക്കില്ല. എൻ്റെ കയ്യിലെ തെളിവുകൾ അവർക്കെതിരാണെങ്കിൽ. അവനൊന്ന് പറഞ്ഞു നിർത്തിയിട്ട് വേഗം തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് യാത്ര തിരിച്ചു. ആദ്യ കാർ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിർത്തി. അവൻ ഉള്ളിലേക്ക് കടന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. മരുന്ന് പരീക്ഷണത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ പറ്റിച്ച് ഡ്രഗ്സ് ഉണ്ടാക്കി ഇന്ത്യ മുഴുവൻ വിറ്റഴിക്കുന്നു. ഇതിനായി ഏജന്റായി തിരഞ്ഞെടുക്കുന്നത് പാവപ്പെട്ട വീട്ടിലെ ആൺകുട്ടികളെയാണ്. ഇത് കണ്ടെത്തിയതിനാണ് അഞ്ജനയെ കൊന്നുകളഞ്ഞത്. ഇതിൻ്റെ ശക്തമായ എവിഡൻസ് അവൾ കൃഷ്ണനാഥിൻ്റെ കയ്യിൽ കൊടുത്തത്. ആദ്യം ആരും കാണാതെ അതിൻ്റെ ഉള്ളിൽ കയറി പറ്റി. അവൻ മുഖത്ത് മാസ്ക് വെച്ച് അകത്തേക്ക് കയറിപ്പോയി. തൻ്റെ ക്യാപ്പിലും പോക്കറ്റിലും അവൻ ഹിഡൻ ക്യാം സെറ്റ് ചെയ്തു. ആദ്യയുടെ ലക്ഷ്യം 3 പേരായിരുന്നു. ഈ കമ്പനിയുടെ MD സാബിത്ത്, GM അശ്വിൻ, മറ്റൊന്ന് ഇതിൻ്റെ ഓണർ വിശ്വേശ്വര അയ്യർ. ഇതിലേറ്റവും അപകടകാരി വിശ്വേശ്വര അയ്യർ ആയിരുന്നു. അയാളെക്കുറിച്ച് ആദ്യം ശരിക്കും അന്വേഷിച്ചു. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരനായ അയ്യർ
കള്ളും കഞ്ചാവും മനുഷ്യക്കടത്തുമായി അങ്ങ് വളർന്നു പന്തലിച്ചു. ആരെയും കൊന്നു തള്ളാൻ മടിയില്ലാത്തവൻ. ആദ്യ ചുറ്റും നോക്കി. ഇന്നൊരു കമ്പനിക്കാരുമായി അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യും. അതിൻ്റെ എവിഡൻസാണ് ആദിക്ക് കിട്ടേണ്ടിയിരുന്നത്. അതിനായി ആയിരുന്നു അവരെ ആദ്യമേ തന്നെ പൊക്കി അകത്തിട്ട് അവൻ അവരുടെ വേഷത്തിൽ അവിടേക്ക് ചെന്നത്. തൻ്റെ ജീവൻ പോലും ആപത്തിലാക്കിക്കൊണ്ട് ആദ്യം അവരുടെ അടുത്തേക്ക് ചെന്നു. മേ ഐ അവൻ ചോദിച്ചതും കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ ഒരുവൻ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. യാക്കം അവൻ അയാളുടെ മുന്നിലിരുന്നു. ഹലോ, ഐ ആം റിസ്വാൻ. ഹലോ സാബിത്ത്, ഞാൻ ഈ കമ്പനിയുടെ MD ആണ്. വേഗം കോൺട്രാക്റ്റ് എടുക്കൂ, ഇവിടെ ഇങ്ങനെ അധികം നിൽക്കുന്നത് ശരിയല്ല. അറിയാം, അയ്യർ സാറും GM-ഉം വന്നാലേ പറ്റൂ. എങ്കിൽ എഗ്രിമെൻ്റ് തരൂ, വായിച്ചു നോക്കാമല്ലോ. ആദ്യം ചോദിച്ചതും അയാൾ അകത്ത് ചെന്ന് കുറച്ച് പേപ്പേഴ്സ് എടുത്തുകൊണ്ട് വന്നു. ആദ്യം അത് തൻ്റെ ഹിഡൻ ക്യാമിൽ അത് പകർത്തുന്നുണ്ടായിരുന്നു. വണക്കം അയ്യ. ആദ്യം നോക്കി വണങ്ങിക്കൊണ്ട് അയാൾ അവൻ്റെ മുന്നിൽ വന്നിരുന്നു. ആദ്യം തിരികെ ഒന്ന് വണങ്ങി. വന്നിട്ട് അധിക നേരമായോ? അയാൾ തമിഴിൽ ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വന്നതേ ഉള്ളൂ, ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സർ, എഗ്രിമെൻ്റ് വേഗം സൈൻ ചെയ്യാം. ആദ്യം അയാളുടെ മുഖം വേഗം തൻ്റെ ക്യാമിൽ പകർത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ഏറ്റുവാങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇനി ഈ ആദിയുടെ കളികളാണ് കാണാൻ പോകുന്നത്. നിൻ്റെയൊക്കെ ഈ തന്തയില്ലാത്ത പണി ഞാൻ നിർത്തിത്തരാം കേട്ടോടാ. ഒരു പുച്ഛത്തോടെ അവൻ പുറത്തേക്ക് ഇറങ്ങി. തിരിച്ചു പോകുമ്പോൾ തൻ്റെ ജോലി തീർക്കാൻ കഴിഞ്ഞതിൽ അവൻ ഒരുപാട് സന്തോഷിച്ചു. റാം, കുഞ്ഞൻ ഇതുവരെ വന്നില്ലല്ലോ, എന്തു പറ്റി? സമയം 10 ആകാറായി. എൻ്റെ സീതമ്മേ, താനൊന്ന് ടെൻഷൻ ആകാതിരിക്കുക, അവൻ ഇപ്പോൾ വരും. റാം തൻ്റെ ഫയലിൽ ഓരോന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവളോട് പറഞ്ഞു. റാം, നമുക്ക് അവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചാലോ? ജാനിയുടെ ഓർമ്മകളുമായിട്ട് അവൻ നടക്കുന്നത് കാണുമ്പോൾ എന്തോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. റാം തൻ്റെ ലാപ്പ് ഓഫാക്കിയിട്ട് സീതയെ നോക്കി. എൻ്റെ സീതമ്മേ, താൻ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല ആദി. അവൻ ജാനിയെ ഇഷ്ടമായിരുന്നു. അതവൻ അവളോട് തുറന്നു പറഞ്ഞപ്പോൾ അവൾ അവോയ്ഡ് ചെയ്തു. പിന്നെ എൻ്റെ മോനായതുകൊണ്ട് പറയുകയല്ല, ജാനിയെ പിന്നെ അവൻ മൈൻഡ് ചെയ്തില്ല. അവൾക്ക് മറ്റൊരു അഫെയർ ഉണ്ടായിരുന്നു. അതിന് ഫുൾ സപ്പോർട്ടും കൊടുത്തത് ആദ്യമാണ്. പക്ഷെ ഒരു ദിവസം അവൾ പറയാതെ പോയി. അതാണ് അവൻ ഇന്നും മനസ്സിലാകാൻ കഴിയാത്തത്. അതിനുശേഷം സമീറയും ജീവനും ശ്രാവണും ഇവിടെ വന്ന് പോയത് അവന് കൂടുതൽ സങ്കടമായി. ഇതൊക്കെ കേട്ടിട്ട് സീത റാമിൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇതൊക്കെ എന്താ എന്നോട് പറയാത്തത്? അവൾ ചോദിച്ചതും റാം പറഞ്ഞു. നീയും ഒരു അമ്മയാണ്, വെറുതെ അവനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കും. ഇതാകുമ്പോൾ ഒരു നിരാശകാമുകനല്ലേ, നീ കുറച്ച് ഇളവ് കൊടുക്കുമെന്ന് അവന് തോന്നിക്കാണും. റാം ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഓഹോ, അപ്പോൾ തന്തയും മോനും കൂടി എനിക്കിട്ട് വെച്ചതാണല്ലേ. ഇന്ന് അവൻ ഇങ്ങോട്ട് വരട്ടെ. വെച്ചിട്ടുണ്ട് ഞാൻ. സീത പിറുപിറുത്ത് കൊണ്ട് റാമിൻ്റെ പിന്നാലെ പോയി. കുറച്ചു കഴിഞ്ഞതും ആദി വന്നു. അവൻ ഹാളിൽ നോക്കിയതും പതിവിന് വിപരീതമായി സീത അവിടെ ഇല്ലായിരുന്നു. താൻ എത്ര വൈകിയാലും സീത അവന് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് മാത്രമേ കിടക്കാൻ പോകൂ. ഈ ചിന്തകളൊക്കെ അവന് മനസ്സിൽ 1000 ചോദ്യങ്ങൾ സൃഷ്ടിച്ചു. മമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? അവൻ്റെ കാലുകൾ സീതയെ ലക്ഷ്യമാക്കി മുറിയിലേക്ക് തിരിച്ചു. വാതിലിൻ്റെ അടുത്ത് നിന്നും അവൻ സീതയെ നോക്കി. പുറം തിരിഞ്ഞ് കിടക്കുവാണ്. മമ്മ. അവൻ വിളിച്ചതോ അവളിലൊരു ചലനവും ഉണ്ടായില്ല. അവൻ അവളെ ബലമായി തനിക്ക് മുന്നിൽ തിരിച്ചു കിടത്തി. എന്താ എൻ്റെ മമ്മയ്ക്ക് പറ്റിയത്? ആദ്യം ഒരു ചിരിയാലെ ചോദിച്ചതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും ആദിക്ക് വല്ലാത്ത വിഷമം തോന്നി. മമ്മ, എന്നോട് കാര്യം പറയുന്നുണ്ടോ? എന്താ പറ്റിയത്? കരയാതെ കാര്യം പറയാൻ. അവനിൽ ദേഷ്യം അണ പൊട്ടാറായി തുടങ്ങി. നീ പൊയ്ക്കോ കുഞ്ഞ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവനിൽ ദേഷ്യത്തിൻ്റെ അണ പൊട്ടിയിരുന്നു. നീ പൊയ്ക്കോ കുഞ്ഞ. ഞാൻ നിൻ്റെ ആരാധന. നിനക്ക് നിൻ്റെ ഡാഡിയല്ലേ വലുത്. എന്നോടൊന്നും പറയില്ലല്ലോ. ഞാൻ നിനക്ക് ശല്യമല്ലേ? നിന്നെ ഒന്ന് കല്യാണം കഴിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ഇത്രയും നാളും ഞാൻ കരുതിയത് ജാനി പോയതിൻ്റെ വിഷമം ആകുമെന്നാണ്. റാം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നതൊക്കെ നിൻ്റെ നാടകമായിരുന്നെന്ന്. മമ്മ, ഇതെന്താ കുഞ്ഞു പിള്ളേരെ പോലെ? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. എൻ്റെ അമ്മക്കിളി എണീച്ചേ. സീതയെ അവൻ എഴുന്നേൽപ്പിച്ചിരുത്തി. അവൻ അവളുടെ മടിയിൽ കിടന്നു. മമ്മ. മമ്മ. ഇതെങ്ങനെ മൂളാനാണെങ്കിൽ ഞാനിപ്പോൾ പോകും കേട്ടോ. എനിക്കൊരു കാര്യം പറയണം. നീ പറയ്. അതെ, എനിക്കൊരു കല്യാണം കഴിക്കണം. അവൻ പറഞ്ഞത് കേട്ടതും സീത അവനെ നോക്കി. എന്താ പറഞ്ഞേ? സത്യമാണോ കുഞ്ഞ? അതോ എന്നെ പറ്റിക്കാൻ പറയുന്നതോ? അല്ല മമ്മ, ഇത് എൻ്റെ മമ്മയാണ് സത്യം. അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. അതെ കുഞ്ഞ, നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ജീവിതകാലം മുഴുവൻ അവൾ എൻ്റെ കൂടെ വേണമെന്ന് തോന്നി. അതാ മമ്മയോട് പറഞ്ഞത്. എനിക്ക് വേണം അവളെ. അതൊക്കെ പോട്ടെ, ആരാ കുട്ടി? ഫോട്ടോ ഉണ്ടോ അവളുടെ? എന്താ അവളുടെ പേര്? പേര് വൈശാലി. അവൻ കണ്ണുകൾ അടച്ച് അവളുടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ട് പറഞ്ഞു. തുടരും. അപ്പോൾ ഈ ഒരു പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.
അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാട്ടെ. ഇതേപോലുള്ള നല്ല നല്ല കഥകൾ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ.